ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് കാത്തുവച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്നും വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന പരിശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് ഡിവൈൻ കാത്തുവച്ചിരിക്കുന്നതെന്നും അതുപോലെ നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ച് നിങ്ങൾ വിജയം കണ്ടെത്തുമോ, നിങ്ങൾ ചിന്തിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ കൂടെ നോക്കാൻ പോകുന്നത്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് ഉള്ളതായിരിക്കും. ഇതിൽ പറയുന്ന നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു കാർഡുകൾ ഭൂരിഭാഗവും പോസിറ്റീവ് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉയർച്ചയിലേക്ക് പോകും എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും കാലചക്രം തിരിയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ദിശയിലേക്ക് മാറുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ ജോലി, പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജോലി കയറ്റമോ അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ചിറങ്ങി പ്രവർത്തിക്കുക, അന്വേഷിക്കുക, നിങ്ങൾ കമ്പനികളിലൊക്കെ റെസ്യൂം അയക്കുക, നിങ്ങളുടെ ഭാഗത്ത് നിന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഈ ഒരു സമയം ഇതിനുള്ള ആ ഒരു ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. അതുപോലെ കുടുംബത്തിൽ കലഹമൊക്കെ ആയിട്ട് വേണ്ടതും ബഹുമാനമൊന്നും ലഭിക്കാതെ മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ അവിടെയൊക്കെയും നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങളെ മാനിക്കുന്നതായിട്ട് കാണുന്നു. ഇനി വരുന്ന കുറച്ചു മാസങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല ഒരു സമയമാണ് എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ചില കുടുംബ പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുന്ന ചില വ്യക്തികളെ കാണുന്നു. അംഗീകാരം അതുപോലെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു രീതി, അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ കുടുംബത്തിലൊക്കെ നല്ല ഒരു സ്ഥാനം അതുപോലെ നഷ്ടമായ ഒരു അംഗീകാരവും ബഹുമാനവും ഒക്കെ ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവർക്ക് മനസ്സിലാകും എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. അതുപോലെ സാലറി ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചെറിയ ചെറിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. അതായത് നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കുമെന്നല്ല ഞാനിവിടെ പറയുന്നത്, നിങ്ങളുടെ ആവശ്യത്തിന് കുറവ് വരില്ല എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമുള്ള ചില നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ നിങ്ങളിൽ ചിലർ ഒരു യാത്ര പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, അതായത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പദ്ധതി ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരത്തിൽ എന്തോ ഒരു പ്ലാനിംഗ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളതായിട്ട് മനസ്സിലാകുന്നു. ആ പദ്ധതികളൊക്കെ വിജയകരമായി ഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ സാമ്പത്തികമായിട്ട് ഉയർച്ച നേടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളിലേക്ക് വരും എന്നുള്ളത് കാണുന്നുണ്ട്. ഈ സമയത്ത് അതിന് സഹായകരമായിട്ടുള്ള കുറച്ച് ഐഡിയാസൊക്കെ നിങ്ങളിലേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ ഇതിനകം നിങ്ങളുടെ മനസ്സിൽ അത് വന്നിട്ടുണ്ടാകാം. എന്തു തന്നെ ആയാലും അതിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത വിശ്വാസിയോട്, നിങ്ങൾക്ക് അത്രയധികം വിശ്വാസമുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. അതിനൊക്കെ പറ്റിയ ഒരു സമയം തന്നെയാണ് ഇനി വരുന്നത്. അതുപോലെ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും എന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പരിശ്രമിക്കുന്നത് അത് നിങ്ങൾക്ക് പരിപൂർണ വിജയം കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളിൽ മാറ്റം വരണമെന്ന് വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിനായിട്ട് നിങ്ങൾ ഒരുപാട് ഭഗവാനോട് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ടാകാം. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഈ പരിശ്രമങ്ങളെല്ലാം വിജയിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളിലുണ്ടായ ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നതായിട്ടും
കാണുന്നുണ്ട്. അതിന് നിങ്ങൾ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുമുണ്ട്. അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. അതുപോലെ വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്, നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ ഒരുപാട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിച്ച വ്യക്തികളാണ്. പണം കൊടുത്തിട്ടായാലും അല്ലെങ്കിൽ ഒരാളെന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്തായാലും എന്തൊക്കെയോ രീതിയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് നിന്ന ചില വ്യക്തികളാണ്. അതുപോലെ തന്നെ ചില ആഘോഷ പരിപാടികളിലൊക്കെ നിങ്ങൾ സംബന്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ വെച്ച് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ഓഫർ ചെയ്തേക്കാം. ചിലപ്പോൾ ഒരു ജോലി ഉണ്ട് എന്ന് നിങ്ങളോട് പറയുന്നതാകാം, അല്ല എങ്കിൽ സാമ്പത്തികമായിട്ടും ആകാം. ഇത് ചിലപ്പോൾ ഒരു സ്ത്രീ ആകാം നിങ്ങളെ സഹായിക്കാനായിട്ട് ഈ ഒരു ഓഫറുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രത്യേകത ഞാനിവിടെ കാണുന്നത്, മറ്റുള്ളവരുടെ വിഷമം പോലും സ്വന്തം വിഷമം പോലെ ഏറ്റെടുക്കുന്ന വ്യക്തികളുടെ എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ്, അതുപോലെ ഒരു ധൈര്യമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരുന്നത്. അതിന് കാരണം ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുറച്ച് അതായത് ഇൻഡിപെൻഡൻ്റ് ആവുന്ന ആ ഒരു വ്യക്തികളുടെ എനർജി കാണുന്നു എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതുകൊണ്ടാകാം. എങ്ങനെ മുന്നോട്ട് പോയാൽ വിജയിക്കുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങളിൽ തന്നെയുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങളുടെ ഉള്ളിലോട്ട് നിങ്ങളൊന്ന് നോക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത്. അവയെല്ലാം നിങ്ങൾ കണ്ടെത്തും. പാസ്റ്റിലുണ്ടായ ചില വിഷമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ ഓവർ തിങ്കിങ് മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. വേണമെങ്കിൽ നിങ്ങൾ ഏറ്റവും വിശ്വാസമുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഏറ്റവും വിശ്വാസമുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് അവരുടെ ഉപദേശങ്ങൾ തേടാവുന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം അതുപോലെ ഓവർ തിങ്കിങ്ങുമൊക്കെ കുറയ്ക്കാൻ സഹായകരമായിരിക്കും. വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ദൈവാനുഗ്രഹം തന്നെയാണ്. അത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഭഗവാൻ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ധൈര്യത്തോടെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നിങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൽ തന്നെ ഫോക്കസ് വയ്ക്കുക. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതായി കാണുന്നു. നിങ്ങളിലേക്ക് അബണ്ടൻസ് വരാൻ അതൊരു കാരണമായേക്കും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന വ്യക്തികളുടെ കുറച്ച് എനർജി കാണുന്നുണ്ട്. വളരെ കാലമായിട്ട് കാത്തിരിക്കുന്ന ചില വ്യക്തികൾ, അബോർഷനൊക്കെ നടന്ന് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയ വ്യക്തികളുടെയൊക്കെ ഒരു എനർജി കാണുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ കുഞ്ഞ് അതിഥി കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കാമായിട്ടിരിക്കുക. നിങ്ങളെ തന്നെ സ്വയം ആദ്യം ഹീല് ചെയ്യുക. നിങ്ങൾക്ക് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളിൽ ചിലർ ഒരു ഹീലറിനെ പോലെ ആണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീല് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അവർക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ നേർവഴി കാട്ടിക്കൊടുക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതായത് വിഷമങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്ന വ്യക്തികൾക്ക് സമാധാനം പകർന്നു നൽകാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അത് നിങ്ങളിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ ഇടയാവാതെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അതിനു വേണ്ടുന്ന പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ അറിയരുതെന്ന് വിചാരിച്ച് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും, അതൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടെയാണ് ഇനി വരുന്നത്. അതുപോലെ നിങ്ങളോട് പുറമേ ചിരിച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവരുടെയെല്ലാം തനി മുഖം അല്ലെങ്കിൽ തനി സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു സമയം കൂടെയാണ്. അത് ചിലപ്പോൾ ചില വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാം.
എന്നിരുന്നാലും അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന് മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ചില സംഭവങ്ങളും നിങ്ങളുടെ മുൻപിൽ വന്നേക്കാം. ചില മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്നുണ്ട്. ചില യാത്രകൾ ഇവിടെ കാണുന്നുണ്ട്. പുതിയ ചില വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണുന്നു. ആ ഒരു കണ്ടുമുട്ടൽ നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്യുന്നതാണ്. പല കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. പല പദ്ധതികളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളും ചിന്തകളും നിങ്ങളുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉറപ്പായും നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന എല്ലാ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെയും യൂണിവേഴ്സിൻ്റെ സംരക്ഷണത്താൽ അവയിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാണെന്നും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ പുറകിൽ നിങ്ങളെ മോശമായി പറയുന്നത് ആരാണെന്നും മനസ്സിലാക്കുന്ന ഒരു സമയം തന്നെയാണിത്. അതുപോലെ ചില മത്സര ബുദ്ധിയോടുകൂടി ഉള്ള ചില വ്യക്തികളുടെ എനർജി കാണുന്നു. അതായത് അവർ ചിലപ്പോഴും നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ളതാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ളതാകാം. അതായത് അവർ ഒരുപാട് മത്സര ബുദ്ധിയോടുകൂടി നിങ്ങളോട് പെരുമാറുന്നതായി കാണുന്നു. അവർ എത്രമാത്രം മത്സരിച്ചാലും അവർ നിങ്ങൾക്കൊപ്പം എത്തിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് എത്താൻ സാധിക്കില്ല. അവർ നിങ്ങൾക്കൊരു എതിരാളി ആകില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങളിൽ ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണിത്. അതുപോലെ നിങ്ങളുടെ ഭാവിയിൽ ഗുണം നിങ്ങൾക്ക് നേടിത്തരുന്ന പല കാര്യങ്ങളും തുടക്കം വയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏഞ്ചൽ കാർഡ് എടുത്തപ്പോൾ പല റീഡിങ്ങിലും നമുക്ക് കിട്ടുന്ന ഒരു കാർഡാണ് ഫൊർഗീവ്നെസ്സിൻ്റെ, അതായത് ക്ഷമിക്കുക എന്നുള്ള ഒരു കാർഡ്. നിങ്ങളിൽ പല വ്യക്തികളും ഇപ്പോഴും നിങ്ങളോട് തെറ്റ് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ ദ്രോഹിച്ച വ്യക്തികളോട് ഇനിയും ക്ഷമിക്കാനുണ്ട് എന്നുള്ള ഒരു സന്ദേശമായിരിക്കാം ഇപ്പോഴും ഈ ഒരു കാർഡ് കിട്ടിയതിൻ്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ക്ഷമിക്കാനുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് അവരോട് ക്ഷമിക്കുക. അവരത് അർഹിക്കുന്നത് കൊണ്ടല്ല, നിങ്ങളത് അർഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹങ്ങൾ അർഹിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്. കാരണം നമ്മൾ നിശബ്ദമായി ഇരുന്നു കൊണ്ട് എല്ലാ വേദനകളും പ്രതികരിക്കാതെ നമ്മൾ സഹിക്കുമ്പോൾ അവിടെ ഭഗവാൻ നമ്മളുടെ നല്ല കർമ്മങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നല്ല മനസ്സ് കണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫൊർഗീവ് ചെയ്യേണ്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക. അതത്ര എളുപ്പമല്ല, എങ്കിലും നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി. അതുപോലെ നോ നീഡ് ടു വറി, അതായത് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ആലോചിച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളൊരു സന്ദേശം. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നലുകളാണോ വരുന്നത് ആ ഒരു ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സംരക്ഷണ വലയത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും ഉള്ളത്. അതുപോലെ നിങ്ങൾക്ക് വിക്ടറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് തന്നെ പോവുക. സങ്കടത്തിൽ ജീവിച്ചിട്ട് യാതൊരു ഗുണവും നമുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റിവിറ്റിയിലോ അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൽ നിന്നുകൊണ്ടോ നമുക്ക് യാതൊരു അനുഗ്രഹവും കിട്ടില്ല. നമ്മൾ വീണ്ടും വീണ്ടും നെഗറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. പക്ഷെ നമ്മളെ മാറ്റാൻ ശ്രമിച്ചാൽ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇത് എൻ്റെ അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്.
നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഈ ഒരു ലോകത്ത് ഒന്നും തന്നെ ഇല്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് നേടാൻ കഴിയും. നമ്മുടെ മുൻപിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ ഒരു ദൃഢനിശ്ചയം, ഞാൻ വിജയിക്കുമെന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം വന്നു കഴിഞ്ഞാൽ ഒന്നിനും നമ്മളെ തടുക്കാൻ കഴിയില്ല. ഇത് വെറും വാക്കല്ല, അനുഭവത്തിൻ്റെ വാക്കുകളാണ് നിങ്ങളോട് ഈ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഞാനൊരു സിനിമയിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു നടൻ വിജയിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. അതുപോലെ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് ചിന്തിക്കുക. അതിലത്തെ നടൻ അല്ലെങ്കിൽ നടിയാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പം നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ. ദുഃഖം വന്നാൽ നടൻ ദുഃഖിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടില്ലല്ലോ. അയാൾ എങ്ങനെയും വിജയിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളും വിജയിക്കണം, ജീവിതത്തിൽ വിജയിക്കണം, നമുക്കതിന് മുന്നേറണം. ഇവിടെ നിങ്ങൾക്കുള്ള ആ ഒരു ലക്ക് അല്ലെങ്കിൽ ആ ഒരു ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കണം. നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ഒന്നിനും കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു റെമഡി പറഞ്ഞു തരാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾക്ക് ഹനുമാൻ ചാലീസ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റിവിറ്റിയിൽ നിന്നും രക്ഷപ്പെടാനും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് നൽകാനും ധൈര്യം നൽകാനും സഹായിക്കുന്നതാണ്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.